ഡിയർ സ്റ്റുഡൻസ്, KTU BTech-ലെറ്റ് 2024 ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേജർ പോർഷൻ ഓഫ് കറണ്ട് ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ്, ഓപ്ഷൻ ബി കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ്, ഓപ്ഷൻ സി ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ്, ഓപ്ഷൻ ഡി തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ മേജർ പോർഷൻ ഓഫ് കറണ്ട്, ഇപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്യുവർ സെമി കണ്ടക്ടറാണ്, സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനി. അപ്പോൾ ഇതിൽ കറണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസോ ഹോൾസോ വേണം. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസും ഹോൾസും ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ഇൻക്രീസ് ചെയ്യണം? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ നടക്കും. അതിൻ്റെ റിസൾട്ടായിട്ട് ഇലക്ട്രോണും ഹോളും ഇങ്ങനെ പെയറായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാക്കുന്ന ആരാണ്? ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺസും ഹോൾസുമാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും അല്ലെങ്കിൽ ഈ കാരിയേഴ്സിനെ, ഈ ചാർജ് കാരിയേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് തെർമലി ജനറേറ്റഡ് കാരിയേഴ്സ്. തെർമലി ജനറേറ്റഡ് എന്ന് പറയാൻ കാരണം തെർമലി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ് അല്ലേ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ ജനറേറ്റ് ചെയ്ത കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസും ഹോൾസും. ഇതിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എവിടെയാണ്? കണ്ടക്ഷൻ ബാൻഡിലൂടെയാണ്. ഹോൾസ് മൂവ് ചെയ്യുന്നത് വാലൻസ് ബാൻഡിലൂടെയാണ് അല്ലേ. ഒരു സെമി കണ്ടക്ടറിലെ കറണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കറണ്ട് പ്ലസ് ഹോൾ കറണ്ടാണ്. ഇപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യും, ഹോൾ മൂവ് ചെയ്യും. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് കണ്ടക്ഷൻ ബാൻഡിലൂടെ, ഹോൾ മൂവ് ചെയ്യുന്നത് വാലൻസ് ബാൻഡിലൂടെ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഈ കറണ്ട് ഉണ്ടാക്കുന്ന ആരാണ്? അപ്പോൾ ആൻസർ ഇതാണ്, തെർമലി ജനറേറ്റഡ് കാരിയേഴ്സ്. ഓപ്ഷൻ എ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ്, അത് തെറ്റാണ്. ഓപ്ഷൻ ബി കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ്. ഈ തെർമലി ജനറേറ്റഡ് കാരിയേഴ്സിലെ ഇലക്ട്രോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിലാണ്. അതേപോലെ ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ് എന്ന് പറയുമ്പോഴും ഈ തെർമലി ജനറേറ്റഡ് കാരിയേഴ്സിൽ ഹോൾസ് പറഞ്ഞാൽ അത് വാലൻസ് ബാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് തെർമലി ജനറേറ്റഡ് കാരിയേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്ന ഓപ്ഷനിൽ തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യാം. ശരിക്കും തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്നും കൂടെ വേണ്ടിയിരുന്നു. അപ്പോൾ തന്ന ഓപ്ഷനിൽ നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഡിവൈസ് ഈസ്. നമ്മൾ സെമി കണ്ടക്ടിങ് മെറ്റീരിയലായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആരാണ്? സിലിക്കൺ, ജെർമേനിയം, കോപ്പർ, കാർബൺ. അപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇതിൽ സിലിക്കണും ജെർമേനിയമാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുക സിലിക്കൺ ആണ്. കാരണം നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് സിലിക്കൺ ആണ്. ഹൈ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ളത് സിലിക്കൺ ആണ്. ഹൈ ടെമ്പറേച്ചർ ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ളതും സിലിക്കൺ ആണ്. അപ്പോൾ സിലിക്കൺ ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ സിലിക്കൺ ഡയോഡ് ദ വാല്യൂ ഓഫ് ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ടിപ്പിക്കലി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0.3 വോൾട്ട്, must be greater than 0.7 volt, depends on the width of the depletion region, depends on the concentration of majority carriers. ഇപ്പോൾ നമ്മൾ ഒരു ഡയോഡ് എടുത്താൽ, ഒരു PN ജംഗ്ഷൻ ഡയോഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിയും എന്നും ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലെയർ ഫോം ചെയ്യും. അതിന് ഡിപ്ലീഷൻ ലെയർ എന്ന് പറയും അല്ലേ. P സൈഡിൽ നെഗറ്റീവ് അയൺസും N സൈഡിൽ പോസിറ്റീവ് അയൺസും ഫോം ചെയ്യും. അപ്പോൾ ഈ ഡിപ്ലീഷൻ ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും അല്ലെ. അതിനാണ് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ VJ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ 0.7 വോൾട്ട് ആണ്. അപ്പോൾ ഇതിനെ ഫോർവേഡ് ബയാസ് ആക്കണമെന്നുണ്ടെങ്കിൽ Pയിൽ പോസിറ്റീവും Nൽ നെഗറ്റീവും കൊടുക്കണം. അപ്പോൾ ഈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 0.7 കൂടിയാൽ മാത്രമേ ഇവിടെ കറണ്ട് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം ഇവിടെ ഇന്റേണലി എന്തുണ്ട്? ഒരു വോൾട്ടേജ് ഉണ്ട് 0.7 വോൾട്ട്, ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ട് അല്ലേ. അപ്പോൾ ഇവിടെ കാരിയേഴ്സിന് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് കണ്ടക്ഷൻ നടക്കും, അതായത് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ജംഗ്ഷൻ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്റേണലി ജനറേറ്റ് ചെയ്ത വോൾട്ടേജിനെ ഓവർകം ചെയ്യണം. അപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ സിലിക്കൺ ആയതുകൊണ്ട് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ട്, ഓപ്ഷൻ ബി ആണ്. ഇനി ജെർമേനിയാണ് ചോദിക്കണമെങ്കിൽ ജെർമേനിയത്തിൻ്റെ കേസിൽ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.3 വോൾട്ട് ആണ് അല്ലേ. അപ്പോൾ ജെർമേനിയം ഡയോഡ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0.3 വോൾട്ട്. അപ്പോൾ ജെർമേനിയ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരെ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സിലിക്കൺ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഓഫ്
a PN junction. Option A decreases with light doping. Option B increases with heavy doping. Option C increases under reverse bias. Option D is independent of applied voltage. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്തും ഡോപ്പിങ്ങും നമ്മൾ റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡോപ്പിംഗ്. അപ്പോൾ ഡിക്രീസ് വിത്ത് ലൈറ്റ് ഡോപ്പിംഗ്. ലൈറ്റ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡോപ്പിംഗ് കുറവാണ്. അപ്പോൾ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടുക ചെയ്യുക, ഡിക്രീസ് അല്ല ഇൻക്രീസ് ആണ്, അത് തെറ്റാണ്. ഇനി ഇൻക്രീസ് വിത്ത് ഹെവി ഡോപ്പിംഗ്. ഹെവി ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഈ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഡോപ്പിംഗ് കൂട്ടുമ്പോൾ വിഡ്ത്ത് കുറയാണ് ചെയ്യുക. അപ്പോൾ ഡിക്രീസ് വിത്ത് ഹെവി ഡോപ്പിംഗ് ആണ്. പക്ഷേ ഓപ്ഷൻ ബിയിൽ ഇൻക്രീസ് വിത്ത് ഹെവി ഡോപ്പിംഗ്, അപ്പോൾ അത് തെറ്റാണ്. ഇപ്പോൾ ഡോപ്പിംഗ് വെച്ചിട്ടുള്ള രണ്ട് ഓപ്ഷനും തെറ്റാണ്. ഇനി നമുക്ക് സി നോക്കാം. ഇൻക്രീസ് അണ്ടർ റിവേഴ്സ് ബയാസ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർവേഡ് ബയാസിൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയും. ഇപ്പോൾ W ആണ് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് എന്ന് വിചാരിക്കുക. ഫോർവേഡ് ബയാസിൽ ഇത് കുറയും. ഇനി റിവേഴ്സ് ബയാസിൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടും അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റാണ്. ഇൻക്രീസ് അണ്ടർ റിവേഴ്സ് ബയാസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ജനറലി ഡോപ്ഡ് ഹെവിലി ബിക്കോസ് ഇറ്റ്. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിന് 3 റീജിയൻ ഉണ്ട്. ഈ 3 റീജിയൻ്റെ ഡോപ്പിങ്ങിൽ വ്യത്യാസമുണ്ട്. അതിൽ ഹെവിലി ഡോപ്ഡ് എമിറ്റർ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആക്കിയതെന്നാണ് ചോദിക്കണത്. ഇനി ഞാനതിൻ്റെ ഓപ്ഷൻ പറയുന്നതിന് മുമ്പ് അടുത്ത ക്വസ്റ്റ്യനും കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കാണ്, ശ്രദ്ധിക്കുക. ഫോർ എ പ്രോപ്പർലി ബയാസ്ഡ് NPN ട്രാൻസിസ്റ്റർ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് ഫ്രം ദ എമിറ്റർ. ഒരു NPN ട്രാൻസിസ്റ്ററിൽ എമിറ്ററിൽ നിന്നുള്ള ഇലക്ട്രോൺസ് വർക്ക് ചെയ്യുന്ന സമയത്ത്, ബയാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുക? നമ്മൾ ഡിസ്കസ് ചെയ്താണ് ട്രാൻസിസ്റ്റർ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടല്ലേ. അതായത് നമ്മൾ ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ 3 റീജിയനാണ്: എമിറ്റർ, ബേസ്, കളക്ടർ. ഇതിൽ വിഡ്ത്തും ഡോപ്പിങ്ങും പറഞ്ഞിട്ടുണ്ട്. വിഡ്ത്ത് ഏറ്റവും കൂടുതൽ കളക്ടറിനാണ്, വിഡ്ത്ത് ഏറ്റവും കൂടുതൽ കളക്ടറിനാണ്, വിഡ്ത്ത് ഏറ്റവും കുറവ് ബേസിനാണ്, എമിറ്ററിന് മോഡറേറ്റ് വിഡ്ത്താണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ വിഡ്ത്തിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഡോപ്പിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഡോപ്പിംഗ് എടുക്കുകയാണെങ്കിൽ ഈ എമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് ആണ്. NPNലും PNPയിലും എമിറ്റർ എങ്ങനെയാണ്? ഹെവിലി ഡോപ്ഡ് ആണ്. ഇനി ബേസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, കളക്ടർ മോഡറേറ്റ് ഡോപ്പിംഗ് ആണ്. അപ്പോൾ ഈ എമിറ്റർ ഹെവിലി ഡോപ്ഡ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ ആക്ഷനിൽ പറഞ്ഞാണ് ഹെവിലി ഡോപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാരിയേഴ്സ് ഉണ്ടാവും അല്ലേ എമിറ്ററിൽ. അപ്പോൾ ഇതിനെ ബയാസ് ചെയ്യുന്ന സമയത്ത് എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തിട്ട് കളക്ടറിൽ വരും അല്ലേ. എമിറ്ററിൽ നിന്ന് എങ്ങോട്ട് വരും? കളക്ടറിലോട്ട് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ക്ലാസ്സിൽ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിരുന്നു 100 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു, 2 എണ്ണം ബേസിൽ, ബാക്കി 98 ആൾക്കാർ കളക്ടറിൽ എത്തുന്നു. അപ്പോൾ ഈ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് അതിന് എമിറ്റർ എന്ന് പറയുക. കളക്ടർ അത് കളക്ട് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് കളക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ബേസിൽ പോകും, കാരണം ബേസ് P ആണ്. P എന്ന് പറയുമ്പോൾ ഹോൾസ് ആണ്. അപ്പോൾ 2-3 ഹോൾസ് ഉണ്ടെങ്കിൽ അത്രയും ഇലക്ട്രോൺസ് ഇവിടെ റീകമ്പൈൻ ചെയ്യും. ബാക്കി ആൾക്കാരാണ് ഇവിടെ എത്തുക, കളക്ടറിൽ എത്തുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എമിറ്റർ എന്തുകൊണ്ടാണ് ഹെവിലി ഡോപ്ഡ് ആക്കിയത്? അത് കാരിയേഴ്സിനെ കളക്ടറിലോട്ട്, കൂടുതൽ കാരിയേഴ്സിനെ കളക്ടറിലോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെവിലി ഡോപ്ഡ് ആക്കിയിട്ടുള്ളത്. ഇനി എമിറ്ററിലെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് കളക്ടറിൽ വരിക? ബേസിലൂടെയാണ് വരിക അല്ലേ. അത് രണ്ടുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ കറണ്ട് ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ്സിലെ നോട്ട്ബുക്ക് നോക്കിയാൽ അത് കാണാം. ഇതിലെ കറണ്ട് ഇക്വേഷൻ I is equal to IB plus IC അതൊക്കെ പഠിക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ നോക്കാം. ദ എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ജനറലി ഡോപ്ഡ് ഹെവിലി ബിക്കോസ് ഇറ്റ്. Option A must possess low resistance. Option B has to supply the charge carriers. Option C is the first region of the transistor has to dissipate maximum power. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ഹാസ് ടു സപ്ലൈ ദ ചാർജ് കാരിയേഴ്സ്. ഇലക്ട്രോൺസിനെ കളക്ടറിലോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എമിറ്ററിനെ ഹെവിലി ഡോപ്ഡ് ആക്കിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എ പ്രോപ്പർലി ബയാസ്ഡ് NPN ട്രാൻസിസ്റ്റർ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് ഫ്രം ദ എമിറ്റർ. അതെവിടെ വരും? ആ എമിറ്ററിലുള്ള ഇലക്ട്രോൺസ് എവിടെ വരും? കളക്ടറിൽ വരും അല്ലേ. എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്ത് കളക്ടറിലെത്തും. ഇവിടെ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഓപ്ഷൻ എ റീകമ്പൈൻസ് വിത്ത് ഹോൾസ് ഇൻ ദ ബേസ്, അല്ല തെറ്റാണ്. ഓപ്ഷൻ ബി റീകമ്പൈൻസ് ഇൻ ദ എമിറ്റർ ഇറ്റ് സെൽഫ്, തെറ്റാണ്. പാസ് ത്രൂ ദ ബേസ് ടു ദ കളക്ടർ, അത് കറക്റ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആർ സ്റ്റോപ്ഡ് ബൈ ദ ജംഗ്ഷൻ ബാരിയർ. അപ്പോൾ എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എവിടെ വരും? കളക്ടറിലോട്ട് വരും അല്ലേ, ത്രൂ ബേസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.